ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 ശ്രീഹരേ നമഃ. അഗ്രേ പശ്യാമി ഏതോ യമിയുടെ ഹൃദയം പോലെ സാഫല്യമോളം വെട്ടും പാലാഴി ഭസ്മത്തിരകളെ വിരിമാറത്ത് പൂശുന്ന തീരം. നിത്യധ്യാനത്തെ മൂടിപ്പൊതിയുവതിനു വൽമീകമാകാശമെല്ലാം കൽപ്പിച്ചിടുന്ന കൗമോദകിയുടെ കണ്ണു പറ്റുന്ന സംഭ്രാന്തലോകം. വിശാഖ നല്ലൊരു കുട്ടി, മൃഗത്തിന്റെ ഭാര്യ. അവള് പറഞ്ഞു, വേണ്ട, ഇപ്പൊ ഈ കിരീടെടുത്ത തലമുക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അത് അങ്ങനെ പോയി. അപ്പം അതും കേശവൻ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചു വന്നു. അതായിരുന്നു വേണ്ടത്. അതല്ലേ, നല്ല സൂത്രം ഒരുക്കലാന്ന് ഓരോ കെണി. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് കാലയവനെയാണ്. കാലയവന് പരമദുഷ്ടൻ. വെള്ളഭൂയിഷ്ഠമായ തടപ്രദേശത്തുള്ള നദിയാണ് സിന്ധു നദീതടം. അത് പാട്ടിൽ തന്നെ ഉണ്ടല്ലോ, സിന്ധു നദീതട സംസ്കാരം. നുരഞ്ഞ് പതഞ്ഞ് ഭൂമിക്ക് കുളിരേകി അവളങ്ങനെ കുണുങ്ങി ഒഴുകുകയാണ് അരികെ സിന്ധുവിന്റെ തീരദേശത്ത് പുഷ്ടി പ്രാപിച്ചു വന്ന രാജ്യമാണ് കാലയവനപുരി. കാലയവനൻ എന്ന രാജാവാണ് ആ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം സിന്ധുതടത്തിലെ ഈ രാജ്യത്തിന് കാലയവൻ എന്ന നാമം വന്നത്. കാലയവനും ഭരിക്കുന്നുണ്ട്. അങ്ങനെ ആ കാലയവനൻ തപസ് ചെയ്യുന്നതായിരുന്നു ഇന്നലെ നമ്മള് അവസാനം പറഞ്ഞു വെച്ചത്. അപ്പൊ ഇദ്ദേഹം ഗംഭീരായിട്ട് മഹാദേവനെ തപസ് ചെയ്ത് എത്രയോ വർഷങ്ങൾ. സാധാരണ രീതിയിൽ ഈ മഹാദേവൻ ഇങ്ങനെ ഒരുപാട് കാലതാമസം വരുത്താറില്ല പ്രത്യക്ഷപ്പെടാൻ. കുറെ നല്ലോണം കാലതാമസം എടുത്തു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ നമസ്കരിച്ചു. ആ കാര്യസാധ്യത്തിന് നമസ്കാരം. ഇത് കഴിഞ്ഞപാട് നിന്റെ തലയിൽ കൈവെക്കട്ടോ എന്ന് ചോദിക്കുന്ന ഭസ്മാസുരനെ പോലത്തെ അവലക്ഷണങ്ങളല്ലേ ഇതെല്ലാം. നിന്റെ നിഷ്ഠയിൽ ഞാൻ ആനന്ദഭൂയിഷ്ഠനാണ്. പാവല്ലേ അപ്പ ശിവൻ. ആധ്യാത്മികവും ലൗകികവുമായ വരങ്ങൾ ചോദിക്കാം, രണ്ടും സമരസപ്പെടുത്താനാവുകയില്ല. ഏതായാലും ഒന്ന് ചോദിച്ചു. ഇത് കേട്ട് കാലയവൻ പറഞ്ഞു, പ്രഭു, എനിക്ക് ലൗകിക വരങ്ങൾ മതി. അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എങ്കിൽ അഭിമതങ്ങൾ ചോദിച്ചു കൊള്ളുക. കാലയവനൻ പറഞ്ഞു, എനിക്ക് ഗംഗാസമതലവും കാളിന്തിപുള്ളും സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട് പ്രഭു. യാദവ പ്രഭുക്കളെ ജയിക്കുവാൻ അങ്ങ് വരം തരണം. ശിവൻ കാലയവനന്റെ വാക്കുകളെ തരുളി, നിന്റെ ആഗ്രഹം സഫലീകരിക്കും. യാദവന്മാർ നിന്നെ എതിർപ്പയില്ല. അഥവാ എതിർത്താലും നിനക്ക് പരാജയം സംഭവിക്കുകയില്ല. ഈ ശിവൻ എന്തിനിപ്പോ ഇങ്ങനെ വേണ്ടാത്ത ഓരോരു വരം കൊടുക്കുന്നത്? രുദ്രന്റെ പദങ്ങൾ കാലയവനിൽ ആനന്ദം, ആ വാക്കുകൾ കാലയവനിൽ ആനന്ദം വളർത്തി. ആനന്ദം രണ്ടാമതേതിനാണ് അഹന്തക്ക് വഴിമാറി. ശിവൻ അവിടെ തിരോധാനം ചെയ്യുകയും ചെയ്തു. അഹന്ത വളർന്ന് കോപാഗ്നിയായിട്ട് ഒഴുകി എന്റെ കണ്ണുകളിൽ. ഹിമതടം ചവിട്ടി മതിച്ചു. കാലയവനൻ പുരിയിലെത്തി. ഭവനത്തില് ഭയഭക്തി ബഹുമാനങ്ങളോടെ ജനത കാലയവനെ സ്വീകരിച്ചു. സൈന്യങ്ങളുടെ നായകന്മാരെ കാലയവൻ വിളിച്ചു കൂട്ടി. അവരുടെ മധ്യത്ത് നന്നേ ഉയർന്ന സിംഹാസനത്തില് കുറേ കൂടി ഉയരം കൂട്ടി. സിംഹാസനം അല്ലെങ്കിൽ തന്നെ ഉണ്ടാവില്ലേ, പിന്നെയും അതിന് ഉയരം കൂട്ടിക്കിരുന്നു. ഇരുന്നവന്റെ കാലടിപ്പാദം വരെ എല്ലാരും കാണണം, അത്ര ഉയരത്തിലിരുന്നു. ഉപവിഷ്ടനായി യവനൻ പ്രഖ്യാപിച്ചു, ഗംഗാസമതലവും കാളിന്തിതടവും എന്റെ സ്വന്തമാകുവാൻ പോകുന്നു. ഡിം 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 ഡിം. നമ്മുടെ ചിരിയിലും സന്തോഷത്തിലും അവിടുത്തെ പ്രകൃതി കോരിത്തരിക്കുമെന്നുറപ്പാണ്. ഡിം 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 ഡിം. ചതുരംഗപ്പട നിങ്ങൾ സജ്ജമാക്കുവിൻ. ആയുധങ്ങൾ വിളക്കി മൂർച്ച കൂട്ടുവിൻ. അരികളെ അരിഞ്ഞ് വീഴ്ത്തി അരക്കൻ ജയിക്കുന്നത് എങ്ങനെയെന്ന് കാലിച്ച ചെറുക്കന്മാർക്ക് കാണിച്ചു കൊടുക്കാം. ഡിം 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 ഡിം. ഇങ്ങനെ പറഞ്ഞ് കാലയവനൻ പൊട്ടിച്ചിരിച്ചു. ആ ശബ്ദം കേട്ട് കൊട്ടാരക്കെട്ടുകൾ കുലുങ്ങി നിലംപതിച്ചു. സൈന്യനായകർ ആനന്ദചിത്തരായി. അയൽനാടുകൾ ആക്രമിക്കുക നല്ലതാണ്, സന്തോഷ
സന്തോഷമുള്ള കാര്യമല്ലേ. ആക്രമിക്കല് എന്ന് പറഞ്ഞാൽ അതുപോലെ സന്തോഷമുള്ള കാര്യം ഇവർക്ക് വേറൊന്നുമില്ല. സമ്പത്തുള്ള പട്ടണങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ കൊള്ളയും കൊള്ളിവയ്പും നടത്താം, കന്യകാരത്നങ്ങളെ സ്വന്തമാക്കാം, ധനവും മാനവും കുത്തിക്കവർന്ന് ആനന്ദിക്കാം. വേറെ എന്തെന്ന് ദുഷ്ടന്മാർക്ക് വേണ്ടത്? പോരെ. വരന്നീടെ കാലയവൻ പരാജയം അറിയുകയില്ല. ഇതെല്ലാം ഓർത്ത് ആഹ്ലാദത്തോടെയാണ് സൈന്യനായകർ തങ്ങളുടെ അധികാരത്തിലുള്ള പടയെ സജ്ജീകരിക്കുവാൻ പോയത്. ദിവസങ്ങൾ ആർക്കു വേണ്ടും കാത്തു നിൽക്കൂലല്ലോ. അതങ്ങനെ കൊഴിഞ്ഞു പോണുകൊണ്ടേയിരുന്നു, പുഷ്പത്തിന്റെ തളം കൊഴിയുന്നത് പോലെ. ഒരു ദിവസം തന്റെ സിംഹാസനത്തിലിരുന്ന് കാളിന്തിയതലം സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ദിവാസ്വപ്നം, ഉറക്ക സ്വപ്നമല്ല, ഇരുന്നിത്തി പകൽ സ്വപ്നം, പകൽക്കിനാവ്. യവനരാജവൻപിൽ ദ്വാരപാലകൻ എത്തി ഓച്ഛാനിച്ചു നിന്നു. എന്താ? താഴ്മയോടെ ദ്വാരപാലകൻ പറഞ്ഞു, ബ്രഹ്മർഷിമാരിൽ മുഖ്യനായ നാരദൻ അങ്ങയെ കാണുവാൻ അവസരം പാർത്തു കഴിയുന്നു പ്രഭു. ഇനി ആജ്ഞാപിച്ചാലും. നാരദനോ? ആശ്ചര്യത്തോടെ കാലയവൻ എഴുന്നേറ്റു. മഹർഷി ആദരിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. യവന രാജാവ് അഗ്നിഹോത്രശാലയിലേക്ക് ചെന്നു. അപ്പോഴേക്കും ദ്വാരപാലകരാൽ പരിസേവിതനായി മുനി എഴുന്നള്ളുന്നത് കണ്ടു. നാരദനെ അർഘ്യവാദ്യങ്ങൾ നൽകി ആചരിച്ചു സ്വീകരിച്ചു. നാരദർക്ക് വേണ്ടി കംസന്റെ കൊട്ടാരായാലും കാലന്റെ കൊട്ടാരായാലും അതുപോലെ ദേവേന്ദ്രന്റെ കൊട്ടാരായാലും വൈകുണ്ഠത്തിലായാലും എല്ലാത്തിനും പോവാലോ. എല്ലാ ദിക്കും നാരായണ നാരായണ ജപിക്കുകയും ചെയ്യാം, ആരും എതിർക്കൂല. അപ്പൊ പറഞ്ഞു, മഹർഷി, ജ്യോതിർരൂപനായ അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു. പക്ഷെ കാണുവാൻ തരപ്പെട്ടത് ഇപ്പോൾ മാത്രം. എന്റെ പുരത്തിലേക്ക് എഴുന്നള്ളിയത് മൂലം ഞാൻ ഭാഗ്യവാനായി. എന്ത് കാര്യമാണ് അങ്ങേക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കേണ്ടതെന്ന് ആജ്ഞാപിച്ചാലും എന്ന് പറഞ്ഞു. നാരദൻ കള്ളപ്പുഞ്ചിരി വദനത്തിൽ വരുത്തിക്കൊണ്ട് പറഞ്ഞു, വന്നതിൽ വരുത്തിയത് വന്നതല്ലാട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. കാലേവന, നീ ശിവനിൽ നിന്നും വരനേടിയതായി അറിഞ്ഞു. ഭക്തോത്തമനായി നിന്നെ കാണുവാനും പരിചയപ്പെടുവാനും നീ വൈകരുതെന്ന് തോന്നി. മാത്രമല്ല, നിന്റെ ആഗ്രഹങ്ങൾ നടപ്പാകുവാൻ പോകുന്ന ചില സംഭവങ്ങൾ ഗംഗാസമതലത്തിൽ മുളച്ചു പൊന്തിയത് അറിയിക്കണമെന്നും ചിന്തിച്ചു. അതെന്താ? മഹർഷി പറഞ്ഞു, നിന്റെ കീർത്തിധാവള്യം നാടെങ്ങും പരന്നിരിക്കുകയാണല്ലോ. ഇനിയും അത് പരക്കുവാൻ പോവുകയാണ്. മഗധാധിപനായ ജരാസന്ധൻ അങ്ങയുടെ വൈരിയാണെന്ന് എനിക്കറിയാം. ഗംഗാസമതലം സ്വന്തമാക്കുവാൻ താങ്കൾ വരം നേടിയിരിക്കുകയുമാണല്ലോ. ആ ജരാസന്ധൻ മധുരക്ക് തിരിച്ചിട്ടുണ്ട്. മധുര ആക്രമിക്കുവാനാണ് ജരാസന്ധന്റെ നീക്കം. മധുര ഭരിക്കുന്നത് ആ കാലി ചെറുക്കനല്ലേ, തിരിയോളം പോന്ന ബാലൻ, കംസനെ കൊന്ന കൃഷ്ണൻ. അഹങ്കാരി, അവനെയും വകവരുത്തണം. ആഗധനെയും കേശവനെയും ഒറ്റ യുദ്ധത്തിൽ ഒരടിക്ക് രണ്ട് പക്ഷി നിലം പറയുന്നത് പോലെ ഒറ്റ യുദ്ധത്തിൽ വകവരുത്താനുള്ള ഭാഗ്യമാണ് വന്നു ചേരുന്നത്. ഇങ്ങനെ വാദിച്ചു വിധിസുതൻ കൗതുകത്തോടെ യാത്രയായി. ഈ പോരെ പരശക്തി തനിക്ക് അനുകൂലമായി വരുന്നതൊത്ത് കാലയവനൻ ആഹ്ലാദിച്ചു. അദ്ദേഹം ചതുരംഗപ്പടയുടെ നായകന്മാരെ വിളിച്ചു ചേർത്ത് വേരം ധരിപ്പിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, പ്രഭോ, അങ്ങ് ആജ്ഞാപിക്കുകയേ വേണ്ടൂ. പടയുടെ പദചലനം തുടങ്ങുവാൻ എല്ലാം അനുകൂലമാക്കി നിർത്തിയിരിക്കുകയാണ്. പറയേണ്ട താമസം, മുഹൂർത്തവടി പൊട്ടേണ്ട താമസം എന്ന് പറയില്ല, അതുപോലെ. ആനന്ദത്തോടെ കാലയവനൻ ആജ്ഞാപിച്ചു, നാളെ പ്രഭാതത്തിൽ എല്ലാവരും വരിക. എപ്പോഴാണ് പടനീക്കമെന്നറിയിക്ക. ഇപ്പോൾ വിശ്രമിക്കുക. ഇല്ല, ഔദാര്യം ഇപ്പം വിശ്രമിക്കാൻ കൊടുത്തത്. കാലയവനൻ അന്തഃപുരത്തിലേക്ക് പോകാൻ ഒരുങ്ങിയതാണ്. അപ്പോഴാണ് ദ്വാരപാലകൻ എത്തി അറിയിച്ചത്. വീണ്ടും സാല്യ രാജാവ് കാണാൻ എത്തിയിരിക്കുന്നു. ഒരു നിമിഷം കാലയവൻ ചിന്തിച്ചു, സാല്യൻ ജരാസന്ധന്റെ പ്രിയ സുഹൃത്താണല്ലോ ഇയാള്. ഇപ്പോൾ വരുവാൻ കാരണം എന്താണാവോ? ഏതായാലും യുദ്ധത്തിന്റെ ഗതിക്ക് മാറ്റം വരുമെന്ന് തോന്നുന്നു. ഇങ്ങനെ ആലോചിച്ച് നൃപൻ സാല്യനെ വിളിച്ചു കൊണ്ടുവരുവാൻ സാല്യൻ സഭയിലെത്തി. അപ്പൊ യവന് രാജോചിതമായ ഭാവത്തിൽ സാല്യനെ സ്വീകരിച്ചു. ധർമ്മം സംരക്ഷിച്ചു തന്നെ പറഞ്ഞു, മഹാനുഭാവനായ ജരാസന്ധന്റെ സുഹൃത്താണ് താങ്കൾ എന്ന് എനിക്കറിയാം. ഇപ്പോൾ വന്നത് സ്വകീയമായ കാര്യമോ സുഹൃത്തിന്റെ ഇംഗിതമോ എന്നറിയുവാൻ കഴിയുന്നില്ല. എല്ലാം വിശദമാക്കിയാലും എന്ന് പറഞ്ഞു. അപ്പൊ സാല്വൻ പറഞ്ഞു, മഹാരാജൻ, ഞാനിപ്പോൾ എത്തിയത് മാഗധന്റെ സന്ദേശവുമായിട്ടാണ്. എന്നാൽ ആ സന്ദേശം ജരാസന്ധന്റെ മാത്രം
ഗുണത്തെ ലക്ഷീകരിക്കുന്നില്ല. ഭവാനും അത് ലഭിക്കുന്നതാണ്. അങ്ങേക്കും മാഗധനുമെതിരെ ഒരു പുതിയ ശത്രു എഴുന്നിരിക്കുന്നു. അതറിയിക്കുവാൻ തത്രപ്പെട്ട് ജരാസന്ധൻ എന്നെ അയച്ചത് അറിയിക്കുവാനാണ്. ഇത്ര ബദ്ധപ്പാടിൽ എന്നെ പറഞ്ഞത് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശത്രു മറ്റാരുമല്ല, കംസനെ നിഗ്രഹിച്ച കൃഷ്ണൻ തന്നെയാണ്. അറിയാമല്ലോ, ബാലനാണെങ്കിലും അസാമാന്യ തന്ത്രശാലിയായ യാദവനാണ് അവൻ. കരുത്തുറ്റ വീരരെ പോലും തന്ത്രത്തിലും മന്ത്രത്തിലും ബദ്ധനാക്കുന്നവനാണവൻ. കഴിഞ്ഞ 17 പ്രാവശ്യം ജരാസന്ധൻ അവനെ പരാജയപ്പെടുത്തി. പക്ഷേ അവനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല കേട്ടോ. ഗോമന്തത്തിന്റെ കൊടുമുടിയിൽ പേടിച്ചൊളിച്ച അവനെ തീയിട്ട് ചുട്ടതാണ്. പക്ഷേ അത്ഭുതകരമാമിധം അവൻ രക്ഷപ്പെട്ടു. സൈന്യങ്ങൾക്ക് കനത്ത നാശവും അവൻ വരുത്തിവെച്ചു. വീണ്ടും അവൻ മധുരയിലെത്തിയിട്ടുണ്ട്. ഇനിയും അവന് വളരുവാൻ അനുവദിച്ചാൽ താങ്കൾക്കും എനിക്കും നാശമാണ്. ആരുടെ? മറ്റേയാളുടെ ഇത് അറിയിപ്പ്. ശത്രുവിനെ മുളയിലെന്നുള്ളണം. ബലശാലിയായ അങ്ങയുടെ മനസ്സ് ഇതിലേക്ക് ഞാൻ അഭ്യർത്ഥിക്കുന്നു, സഹായത്തിന് അപേക്ഷിക്കുന്നു. ഇന്നലെ വരെ ശത്രുത ഉണ്ടായാളെ നിന്നിപ്പോതാ. ശത്രുവിന്റെ ശത്രു മിത്രം എന്നെല്ലാം പറയുന്നത് പോലെ ആ പെണ്ണുണ്ണി കണ്ണിന് നേരെ യുദ്ധം ചെയ്യാൻ 2 കുസൃതികൾ പുറപ്പെട്ടിട്ടുണ്ട്. ജരാസന്ധനോട് പോരടിച്ച് മാഗധം കരസ്ഥമാക്കണമെന്ന് കരുതിയതാണ്. സഹായത്തിന് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്നത് അഭിലഷണീയമല്ല രാജാക്കന്മാർക്ക്. അതുകൊണ്ട് ഗംഗാസമതലം സ്വന്തമാക്കുന്ന കാര്യം ഞാൻ ഉപേക്ഷിക്കുകയാണ്. എന്നാൽ ജരാസന്ധന്റെയും എന്റെയും ധൂമകേതുവായി വളരുന്ന കേശവനെ നശിപ്പിക്കുവാൻ പ്രഭാതത്തിൽ ഞാൻ പുറപ്പെടുകയായി. ആരുവരുന്ന്? കാലയവന്. ആ വിവരം താങ്കൾ ജരാസന്ധനെ അറിയിക്കുക. ദൂത് വിജയിച്ച ആനന്ദത്തോടെ ജരാസന്ധന്റെ ഭവനത്തിലെത്തി. മധുരയെ വീണ്ടും ആക്രമിക്കുന്ന കാര്യത്തിൽ എല്ലാ ഒരുക്കങ്ങളും മഹാരാജാവ് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഏത് നിമിഷവും പുറപ്പെടുവാൻ ചതുരംഗപ്പട തയ്യാറായി കഴിഞ്ഞു. കൊള്ളയും കൊള്ളിവയ്പും നടത്തി മധുരയുടെ സമ്പത്തും സൗന്ദര്യവും വികാരവും ചോർത്തുക എന്ന ലക്ഷ്യമാണ് പടകൾക്കുള്ളത്. അവർ പോകുവാൻ തത്രപ്പെട്ടു. ധൃതി, വേഗം വേഗം പോവാൻ. എടാ, അന്തകന്റെ അടുത്തേക്ക് അവിടെ ചായാക്കി വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. ജരാസന്ധൻ എല്ലാം ഉറപ്പിച്ചുള്ള യുദ്ധത്തിനായിരുന്നു പുറപ്പാട്. ഒന്നുകിൽ കംസന്റെ പുത്രന്മാർക്ക് രാജ്യം, അല്ലെങ്കിൽ മധുര കാളന്തി തടത്തിലെ ഏറ്റവും വലിയ ശ്മശാനം. ഈ രണ്ടിലൊന്നും നടന്നേ പറ്റൂ. കാലൻ വന്നു ചേർന്നതുകൊണ്ട് ജരാസന്ധൻ പടനീക്കത്തിനുള്ള അവസാനൊരുക്കം ആരംഭിച്ചു. അഗ്രേ പശ്യാമി അർക്കപ്രഭതികതിരയും വൈജയന്തി രഹസ്യം മുപ്പാരിൻ കൽപ്പവൃക്ഷം കരളിൽ അമൃതു പെയ്തെത്തുമാദ്യന്തമേഘം അല്പത്വങ്ങൾക്ക് കണ്ണിൽ പല ഗുരു വലുതായി കണ്ടിടും വിശ്വരൂപം കൽപ്പേറും ദേവകൾക്കോപധി തിമിരമകറ്റുന്ന ശക്തി പ്രദീപം. അങ്ങനെയുള്ള ഭഗവാനോടാണ് ഇവരെ കളിക്കാൻ പോകുന്നത്. ഇനിയിപ്പോ നമുക്ക് ദ്വാരകയിലേക്ക് പോകാം. ദ്വാരക എന്ന് വെച്ചാല് വാതില്. എന്ത് വാതിലാ? മോക്ഷത്തിന്റെ വാതിൽ തന്നെയാണ്, സംശയിക്കണ്ട. അവിടേക്ക് നമുക്ക് ഭഗവാന്റെ ആ ദ്വാരക ഒന്ന് കാണണ്ടേ? പോയിട്ട് കാണാനുള്ള ഭാഗ്യം 2-3 തവണ കിട്ടിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്കൊന്ന് പോയാലോ? അങ്ങനെ ജരാസന്ധൻ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഇക്കുറി 2-1 അറിഞ്ഞേ മതിയാവും. ഒന്നുകില് മധുരയിലെ കംസന്റെ പുത്രന്മാർ അധികാരത്തിൽ ഏറും, അല്ലെങ്കിൽ രാമകൃഷ്ണന്മാർ മൃതി പോകി മധുര ശ്മശാനമാകും. എന്തായാലും ആ കാലിച്ചെറുക്കനെ വച്ച് വാഴിക്കുകയില്ല. എന്തൊരു വിഡ്ഢിത്താണ് ഇയാള് പറയുന്നത്. ജരാസന്ധൻ തന്റെ മനസ്സിലിരിപ്പ് രുക്മിയോടും ശിശുപാലനോടും തുറന്നു പറഞ്ഞു. വിദഗ്ധരായ മാധവാചാരന്മാർ ഈ വിവരം മധുരയിലെത്തിച്ചു. കേശവൻ എല്ലാം മനസ്സിലാക്കി. ഒന്നിനും മറുപടി ഒതിയില്ല. അതെപ്പോഴും പതിവില്ല മറുപടി പറയുന്നത്. എല്ലാത്തിനും പ്രതികൃതിയായി എന്താ ചെയ്യേണ്ടതെന്ന് ഭഗവാൻ അറിയാലോ. അങ്ങനെ അവർ ചാരന്മാരെ പറഞ്ഞയച്ചു. കുറച്ചു സമയം ഏകനായിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ഒരു ദൂതൻ വന്നു. നോക്കി, ആ ചെന്താമര കണ്ണൊന്ന് ഉയർത്തി നോക്കി. ഹസ്തിനാപുരത്ത് നിന്നും ഭീമൻ എത്തിയിരിക്കുന്നു, വരുവാൻ പറയട്ടെ. തീർച്ചയായും വളരെ വേഗം ഭീമനെ കൂട്ടിക്കൊണ്ടുവരും.
അത്യാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായിരിക്കും പാണ്ഡുപുത്രൻ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു ഭഗവാൻ. അവര് വരുന്നതും അവരുടെ പേര് കേൾക്കുന്നതും ഒക്കെ ഭഗവാന് പരമാനന്ദം തന്നെയാണ്. വേഗം എതിരേറ്റിട്ട് കൊണ്ടുവന്നു, നാലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ വളർന്നു ഒരുപാട്, നമ്മളെ കണ്ടിട്ട് കുറച്ചു നാളായല്ലോ, അതുകൊണ്ടാണ് നിന്റെ വളർച്ച എനിക്ക് അനുഭവപ്പെട്ടത്. ധർമ്മജനും അമ്മക്ക് സുഖമല്ലേ? അർജുനനും നകുല സഹദേവന്മാർ എന്ത് പറഞ്ഞു വിട്ടു? എല്ലാം വിശദമായി പറയണം എന്നോട് എന്ന് പറഞ്ഞു ഭഗവാൻ. എന്നല്ലേ പറഞ്ഞെടുക്കും മൂപ്പര്. കേശവ, ഞാനിപ്പോൾ വരുന്നത് വിതുരതാതന്റെ അപ്പന്റെ സന്ദേശവുമായിട്ടാണ്. നീ തന്നെ കേൾക്കേണ്ടതുമാണത്. സിന്ധു നദിയുടെ മറുകരയിൽ ഭരണം നടത്തുന്ന രാക്ഷസ സ്വഭാവമുള്ള കാലയവനൻ എന്നൊരു വിഡ്ഢി രാജാവുണ്ട്. അവൻ ജരാസന്ധനുമായി സഖ്യമുണ്ടാക്കി മധുര ആക്രമിക്കുവാൻ ഒരുക്കം നടത്തുകയാണ്. യാദവരിൽ നിന്നും അവന് ഭയം ജനിക്കുകയില്ല. അത്തരമൊരു വരം അവൻ ശിവനിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും കൊടുക്കുന്നു ശിവനുണ്ടല്ലോ നമുക്ക്. അതുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കണം. ഇത് പറയുവാനാണ് ഞാൻ പറഞ്ഞത്. പുറത്ത് ബലരാമനുമായി ഗതായുദ്ധം അഭ്യസിക്കുവാനാണ് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നിന്നോട് മാത്രമേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുള്ളൂ കേശവ. ജനങ്ങൾ മറിച്ച് ചിന്തിക്കാതിരിക്കാൻ അതാണ് ഉപായം. 2 ദിവസം യുദ്ധക്കളരിയിൽ അഭ്യാസം നടത്തിയ ശേഷം ഹസ്തിനാപുരത്തിലേക്ക് മടങ്ങാമെന്ന് ചിന്തിക്കുന്നു. എന്താ? ജ്യേഷ്ഠനും അനുജന്മാരും അമ്മയും വിതുരർ പറഞ്ഞേ ഞാൻ വന്ന വിവരം അറിയുകയുള്ളൂ. അമ്മയും അനുജന്മാരും ജ്യേഷ്ഠനും തീരെ ഇല്ലാതെയാണ് അവിടെ കഴിഞ്ഞു കൂടുന്നത്. അതൊക്കെ ഇപ്പോൾ പറഞ്ഞ് മനസ്സ് പുണ്ണാക്കുന്നില്ല ഞാൻ. പിന്നൊരിക്കലാവാം അത്തരം കുടുംബകാര്യങ്ങൾ. ഇപ്പൊ നമുക്കതിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. കേശവൻ ഭീമനെ ആശ്വസിപ്പിച്ചു. ഒന്നും പേടിക്കണ്ട, ഒക്കെ നല്ലതായിട്ടേ കലാശിക്കുള്ളൂ കേട്ടോ. ഞാനില്ലേ കൂടെ, എന്തിനു പേടിക്കുന്നത്? മറ്റു ചില കാര്യങ്ങൾ കൂടി കേശവൻ സംസാരിച്ചു. അത് പാണ്ഡവരുടെ രക്ഷയെ കരുതിയുള്ള കാര്യങ്ങളായിരുന്നു. ഭീമനെല്ലാം ഉൾക്കൊണ്ടു. മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തു അദ്ദേഹം. ഭീമന്റെ കണ്ണുകളെ മനസ്സുറപ്പിന്റെ മുദ്രകൾ തെളിഞ്ഞു. ഭീമൻ പുറത്തു വന്നു. ബലരാമൻ ഗതായുദ്ധ പരിശീലനം നടത്തുന്ന കളരിയിലേക്ക് നടന്നു. ആയോധന വേഷമണിഞ്ഞ് കൂറ്റൻ ഗതയുമായി ഭീമസേനൻ അങ്കണത്തിൽ ഇറങ്ങി. ഉച്ചസൂര്യനെ പോലെ ജ്വലിക്കുന്ന ഭീമൻ. ആ ഭീമനെ നേരിടുവാൻ 2 യുവാക്കൾ മുന്നോട്ട് വന്നു ഗതായുദ്ധം ആരംഭിച്ചു. അവരുടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. പാവങ്ങള്. ആരുടെ? ബലഭദ്രസ്വാമിയുടെ. 2 നിമിഷം കഴിഞ്ഞ് കാണും ഗതകൾ തകർന്ന് തെറിച്ചുപോയി. ആ യുവാക്കളും തെറിച്ചു വീണു. കൊല്ലൂലല്ലോ, കൊല്ലാനുള്ള യുദ്ധമല്ലല്ലോ ഇത്, പരിശീലനല്ലേ. പേടിച്ചു അവര് പോയി. പരിശീലന കളരിൽ പിന്നെ ആരും ഭീമനെ നേരിടാൻ വരുന്നില്ല, ധൈര്യമില്ല. യുദ്ധക്കളരിൽ തിളങ്ങി നിൽക്കുന്ന ഭീമനെ അടിയറവ് പറയിക്കുവാനും പുതിയതായി ചിലത് അഭ്യസിപ്പിക്കുവാനും ബലരാമൻ ഗതയുമായി ഇറങ്ങി. ഭീമനും ഗത ചുഴറ്റി ഒപ്പം ഇറങ്ങി. അവർ നമസ്കാരം ചെയ്തു. ഗത ചുഴറ്റി മുന്നോട്ടടുത്തു. ഗത കൊണ്ട് 2 പേരും ആഞ്ഞടിച്ചു. മേഘനിസ്വനം പോലെ ശബ്ദം ഉയർന്നു. ജീവജാലങ്ങൾ ഞെട്ടി. പക്ഷികൾ വൃക്ഷക്കൊമ്പുകളിൽ നിന്നും ഭയന്ന് പതിച്ചു നിലത്ത് കൊണ്ടുപോയി പേടിച്ചിട്ട് പക്ഷികൾ. ഇരുവരും അടവുകളും ചുവടുകളും വെച്ച് മുന്നേറി. പിന്നെന്താ, അതിസാമർത്ഥ്യത്തോടെ പോരു തുടങ്ങിയവര്. ഭീമന്റെ ബലത്തിലും കഴിവിലും അഭ്യാസ പാടവത്തിലും ബലരാമന് നല്ല സന്തോഷായി, പ്രിയം തോന്നി. എല്ലാം ശ്രദ്ധിച്ചറിഞ്ഞ ബലരാമൻ പെട്ടെന്ന് അടവൊന്നു മാറ്റി. പക്ഷേ ബലരാമന്റെ അടവ് മാറ്റം വായുസുതൻ ഉൾക്കൊണ്ടു. പിന്നല്ല, ബലരാമൻ പിന്നെയും അടവുകൾ മാറ്റി. അതെല്ലാം വായുസുതൻ ഉൾക്കൊള്ളുകയും മറ്റടവുകൾ മറുപടിയായി കൊടുക്കുകയും ചെയ്തു. ഭീമന്റെ കഥ തെറിപ്പിക്കുവാൻ ബലരാമൻ ആവതും നോക്കി. എല്ലാം വെറുതെ, നിഷ്പ്രയോജനം. പരസ്പരം ബഹുമാനിച്ച ബലരാമനും വായുസുതനും അടവ് മാറ്റം തുറന്നുകൊണ്ടേയിരുന്നു. ബലരാമൻ പെട്ടെന്ന് പോര് നിർത്തി. 1 നിമിഷം ആകാശത്തിലേക്ക് പാഞ്ഞുയർന്നു. ഭൂമിയിൽ പതിച്ച സീരിയുടെ ചുവട്ടടിയിൽ നിന്നും ധൂളിജാലം ഉയർന്നു. ഭീമൻ കണ്ണു കാണുവാനാവാതെ പരിങ്ങി. 18ാമത്തെ അടവ്. അരനിമിഷത്തിൽ കരത്തിലിരുന്ന കഥ തെറിച്ചതായി പവനസുതൻ അറിഞ്ഞു. എന്റെ അമ്മേ പാവം. പെട്ടെന്ന് ധൂളി അടങ്ങി. ബലരാമന്റെ പാദങ്ങളിൽ വായുസുതൻ നമസ്കരിച്ചു. ശ്രീരഥയും പറഞ്ഞു, ഭീമസേന, അസാമാന്യ ധീരനാണ് കേട്ടോ നീ. സാധാരണക്കാർ ആദ്യത്തെ അടവ് മാറ്റത്തിൽ തന്നെ അടിയറവ് പറയും. നീ എല്ലാം പയറ്റി തെളിഞ്ഞവൻ തന്നെ, മിടുക്കൻ. ഗത തെറിച്ചു പോയതിൽ വേദന വേണ്ട.
ആ അടവ് മാത്രമേ ഗദായുദ്ധത്തിൽ നിനക്ക് പഠിക്കേണ്ടതായുള്ളൂ. വരൂ, ഞാനത് പഠിപ്പിച്ചു തരാം. ബലരാമൻ ഭൗമം എന്നു പേരുള്ള അടവ് പറഞ്ഞു കൊടുത്തു. അസാധാരണമായ മനോബലവും കായികശേഷിയും ഇല്ലാത്തവർ ഭൗമം അഭ്യസിച്ചുകൂടാ. അവർക്ക് സ്വയം അതിന്റെ ശക്തി തടയുവാനാവുകയില്ല. ഭീമൻ നിഷ്പ്രയാസം ഭൗമവും കരസ്ഥമാക്കി. പിന്നെ അല്ല, ആരാണ് ആള്? ബലരാമൻ ഭീമനെ ആശീർവദിച്ചു. നന്നായി വരൂട്ടോ. അന്ന് തന്നെ വായുസുതൻ മടങ്ങി. ഭീമൻ പോയതിന്റെ അന്ന് തന്നെ കൃഷ്ണൻ യാദവരെ മധുരയിൽ വിളിച്ചുകൂട്ടി. ഗർഗാചാര്യനും അക്രൂരാദികളും കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. വിശാലമായ സഭ യാദവരെ കൊണ്ട് നിറഞ്ഞു. കേശവന്റെ മധുരമുള്ള വാക്കുകൾ കേൾക്കുന്നത് തന്നെ ആശ്വാസമാണ്. പിന്നെന്താ, എല്ലാവരും മാധവന്റെ വാക്കുകൾക്ക് ചെവി തുറന്നു വെച്ചു. ഇന്ദ്രനീലവർണ്ണനായ മാധവൻ സഭയിലെത്തി. പീതാംബരധാരിയായ മാധവനെ ദർശിച്ചപ്പോൾ ജനത്തിന്റെ ആത്മാവിൽ കുളിര് പെയ്തിറങ്ങി. എന്റെ ആത്മാവില് കേശവൻ സഭയിൽ എഴുന്നേറ്റ് നിന്നു. മധുരമായും ദൃഢമായും മാധവൻ ഇങ്ങനെ മൊഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശദമായ ഒരു കാര്യം പറയുവാനാണ് ഇപ്പോൾ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. മധുര വീണ്ടും ഒരു ആക്രമണത്തിന്റെ ദുരന്ത പാതയിലേക്ക് നീങ്ങുകയാണ്. ഇത്തവണ നാം വളരെ ജാഗ്രത പുലർത്തണം. ഒരു ഭാഗത്ത് നിന്ന് ജരാസന്ധൻ യോദ്ധാക്കളുമായി മുന്നേറുന്നു. മറുഭാഗത്ത് നിന്ന് കാലയവനൻ എന്ന രാക്ഷസ രാജാവ് പടയുമായി നീങ്ങുന്നു. ജരാസന്ധന്റെ അഭ്യർത്ഥന മാനിച്ചാണ് സിന്ധുവിന്റെ തടത്തിൽ രാജ്യം സ്ഥാപിച്ച് വർത്തിക്കുന്ന കാലയവനൻ മധുരയ്ക്ക് വരുന്നത്. ഇവർ മധുരയെ എന്നതുറപ്പാണ്. അത് പറഞ്ഞിട്ട് തന്നെയാണ്, ശപഥം ചെയ്തിട്ട് തന്നെയാണ് രണ്ടുപേരും പുറപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നഗരത്തിന്റെ മാനവും സൗന്ദര്യവും അവർ ചോർത്തും. ഉറപ്പാണത്. ഭീകരമായ പോരാട്ടം നടക്കും. കഠിനമായി ചെറുത്താൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ഒരു നിമിഷം ഭഗവാൻ സംഭാഷണം നിർത്തി. സഭയിൽ കനത്ത നിശബ്ദത. സൂചി വീണാൽ ശബ്ദം കേൾക്കും. യുദ്ധത്തിന്റെ കരിനിഴൽ സഭയിൽ പടർന്നു. മാധവൻ തുടർന്നു. നിങ്ങളുടെ മുഖത്ത് ഭയം വിരുണ്ട് കയറുന്നത് ഞാൻ കാണുന്നു. നിങ്ങളുടെ ഹൃദയം നിലവിട്ടിടിക്കുന്നത് ഞാൻ അറിയുന്നു. വാളുകളുടെ ഘോര ഘർഷണ ശബ്ദവും ഞാൻ കേൾക്കുന്നു. കാലയവനും ജരാസന്ധനും മധുരയിൽ എത്തിയാലുണ്ടാവുന്ന നാശവും ഞാൻ മുൻകൂട്ടി അറിയുന്നു. ജരാസന്ധൻ വന്നാൽ പോലും മധുര കത്തിപ്പോകും. അപ്പോൾ കാലയവനും കൂടി വന്നാലോ? ഭക്തനാവനും സഹായത്തിനില്ലെന്ന് വിരുദ്ധർ അറിയിച്ചിരിക്കുന്നു. പാഞ്ചാല രാജ്യം നിഷ്പക്ഷത പാലിക്കാനാണ് സാധ്യത. അശക്തരെ സഹായിക്കാൻ ആരുണ്ടാവും? ആലോചിച്ച് വേണ്ടത് ചെയ്യുക. പോക്കറ്റിൽ പൈസയിലവർക്കല്ലേ ആൾക്കാരുണ്ടാവൂലൂന്ന്. ഇത്രയും പറഞ്ഞ് മാധവൻ സ്വസ്ഥാനത്ത് വിശ്രമിച്ചു. നിങ്ങൾ ആലോചിക്കുന്നു. സഭയുടെ നിശബ്ദത പിന്നെയും തുടർന്നു. സത്രാജിത്ത് പറഞ്ഞു, യാദവരോട് കാലയവനും ജരാസന്ധനും യാതൊരു വിരോധവുമില്ല. വെറുപ്പ് മുഴുവൻ കൃഷ്ണനോടാണ്. വിദ്വേഷപൂർണരായി അവരെത്തുന്നത് മാധവനോട് പോരടിക്കുവാനാണ്. അതുകൊണ്ട് കേശവൻ തന്നെ പരിഹാരവും കാണട്ടെ. ഉണ്ടോ? ദുഷ്ടനാണ് ഈ സത്രാജിത്ത്. അക്രൂരൻ പറഞ്ഞു. സത്രാജിത്തിന്റെ അഭിപ്രായം ശരിയല്ല. യാദവരുടെ അഭിമാന പ്രശ്നമാണിത്. ഒരാളുടെ അല്ല. കംസൻ യാദവരെ അടക്കി ഭരിച്ചു. ആരും മോചിപ്പിക്കുവാനുണ്ടായിരുന്നില്ല. ജരാസന്ധൻ മധുര ആക്രമിച്ചു. കീഴടക്കുവാൻ വന്നു. ആരും മാഗധനെ ചേർത്ത് നിൽക്കുവാൻ തയ്യാറായില്ല. യാദവരെ രക്ഷിക്കുവാൻ കേശവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാധവൻ എന്നും യാദവരെ രക്ഷിക്കുവാനേ പ്രയത്നിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യവും മാധവൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നീതീകരിക്കുവാനാവുകയില്ല. യാദവരുടെ രക്ഷയ്ക്ക് വേണ്ടതെന്തെന്ന് നമുക്ക് കൂട്ടായി ആലോചിക്കാം. സത്രാജിത്തിന്റെ ശബ്ദം സഭയിൽ പിന്നെ മുഴങ്ങില്ല. പിന്നെ ഉമ്മണ്ടിയിട്ട. അങ്ങനെയാണ് വായി അടപ്പിക്കേണ്ടത്. എത്ര ആലോചിച്ചിട്ടും ആർക്കും മറുപടിയൊന്നും ഉണ്ടായില്ല. എല്ലാവരും നിശബ്ദരായിരുന്നു. കാലവും പ്രകൃതിയും നമിക്കുന്ന കേശവന് മാത്രമേ പരിഹാരം പറയുവാനുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഗർഗൻ പറഞ്ഞു. മാധവ, നിന്നെ അറിയുന്നവരാണ് ഇവരല്ല. പക്ഷേ അവരറിയുന്ന ഗോവിന്ദനല്ല നീ. നിന്നിൽ സത്യധർമ്മങ്ങൾ ഏകീഭവിക്കുന്നു. നീതിയും തന്ത്രവും അണിചേരുന്നു. മോഹവും നിർമോഹവും ഒന്നിക്കുന്നു. നിന്നെ അറിയാത്തവർ ഒന്നും അറിയില്ല കൃഷ്ണ. കേശവ, യാദവരുടെ രക്ഷക്കായി നീ തന്നെ മാർഗങ്ങൾ കൈക്കൊള്ളൂ. നിനക്ക് മാത്രമേ അതിന് കഴിയൂ എന്ന് ഗർഗാചാര്യര് പറഞ്ഞു. അത് കേട്ടിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അല്ലാണ്ട് ചിരിക്കൽ മാത്രമേ ഇല്ലൂ, പുഞ്ചിരി മാത്രം. എപ്പോഴും പുഞ്ചിരിക്കുന്ന വദനം, എപ്പോഴും ചെന്താമര വിരിയുന്ന പോലത്തെ വദനം. പിന്നെന്താ അതിൽ പ്രത്യേക ഒരു പുഞ്ചിരി വേണ്ടത്?
സഭയിലിരുന്ന ഏറെ പേര് ഒരേ സ്വരത്തിൽ പറഞ്ഞു, കേശവ, കംസനെ കൊന്നു യാദവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നു. നീ തന്നെ രക്ഷകൻ, നിനക്കറിയാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് കാലയവനന്റെയും ജരാസന്ധന്റെയും കരത്തിൽ നിന്ന് നീ തന്നെ ഞങ്ങളെ രക്ഷിക്കൂന്ന് പേടിച്ച് പറയല ഒരാൾ. അപ്പൊ പറഞ്ഞു, പ്രിയപ്പെട്ട യാദവ പ്രമുഖരെ, ഒരു ഭാഗത്തൂടെ ജരാസന്ധനും മറുഭാഗത്തൂടെ കാലയവനും പാഞ്ഞു വരികയാണ്. ഇവരുടെ ഇടയിൽ മധുര ഞെരി കൊള്ളും. മധുരയിൽ ഓരോ അണുവും അവർ സ്വന്തമാക്കും. ആദ്യം എത്തുന്നത് കാലയവനായിരിക്കും. നമുക്കവനെ ജയിക്കുവാനാവുകയില്ല. യാദവരെ നശിപ്പിക്കുവാനുള്ള വരം ശിവനിൽ നിന്ന് അവൻ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് നാം പിന്മാറിയേ മതിയാകൂ. അതിന് മനസ്സൊരുക്കമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ വലിയ വലിയ ആൾക്കാർ ചോദിച്ചു, നാം എവിടേക്കാണ് മാറുക? മധുരയിൽ നാം എവിടെ പോയി ഒളിക്കും? മധുരയിൽ ഒളിച്ചാൽ നാം ശത്രുക്കളുടെ കരത്തിൽ അകപ്പെടും. അത് പാടില്ല. നമുക്ക് മുന്നിൽ ഒരൊറ്റ മാർഗ്ഗമേ അവശേഷിക്കുന്നുള്ളൂ, മധുര ഉപേക്ഷിക്കുക. ആ മധുര ഉപേക്ഷിക്കുക എന്ന് മാധവൻ പറഞ്ഞു നിർത്തിയെടുത്ത് നമുക്ക് നിർത്താം. മധുര ഉപേക്ഷിച്ചാൽ മധുരയേക്കാൾ മനോഹരമായ ഒരു പട്ടണല്ലേ ഭഗവാൻ അപ്പുറം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഭഗവാൻ കൂടെയുള്ളവർ എന്തിനു പേടിക്കുന്നത്? ഇത്രയും കൊണ്ട് നമുക്ക് ആ രഹസ്യം അടരഹസ്യമായി നിൽക്കട്ടെ. അവരെ ഇവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ആരും അറിയണ്ട. അങ്ങനെ ഭഗവാന്റെ തൃപ്പാദത്തിൽ, ആ പൊന്നുണ്ണിക്കണ്ണന്റെ തൃപ്പാദത്തിൽ ഇന്നത്തെ ഭാഗം കൂടി സമർപ്പിച്ച്, കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.